മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളാഘോഷ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. ഞായറാഴ്ച രാവിലെ ദിവ്യബലിക്കു ശേഷം മറ്റം സെന്റ് തോമസ് ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് തിരുനാളാഘോഷം സംഘടിപ്പിക്കുന്നതെന്ന് ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ പറഞ്ഞു. ബൈബിൾ കൺവെൻഷൻ, അരങ്ങേറ്റം, നാടകം, സെലിബ്രിറ്റി ഗാനമേള എന്നിവയ്ക്ക് പുറമെ ഈ വർഷം ഗേൾസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ കാർണിവൽ എക്സ്പോ തിരുനാളിന്റെ ഭാഗമായി നടക്കും. സഭാപിതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഭക്തി നിർഭരമായി മതപരമായ ചടങ്ങുകളോടെയാണ് തിരുനാൾ ആഘോഷിക്കുന്നതെന്നും വികാരി കൂട്ടിച്ചേർത്തു. പരസ്നേഹ പ്രവർത്തനങ്ങൾക്ക് പരമാവധി പ്രാധാന്യം കൊടുക്കുന്ന വിധത്തിലുള്ള പരിപാടികളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതേസമയം ആത്മീയ ശുശ്രൂഷകൾ, വചന പ്രഘോഷണം, പോട്ട ധ്യാനകേന്ദ്രത്തിന് നേതൃത്വത്തിലുള്ള ധ്യാനം, യുവജനങ്ങൾക്കായിട്ടുള്ള ധ്യാനവും സംഗമവും, അതുപോലെ മറ്റ് പരിപാടികൾ, ഗാനമേള, നാടകം, ഫ്യൂഷൻ, പിന്നെ അരങ്ങേറ്റം, വർണ്ണമഴ, പിതാക്കന്മാരും 2-3 പേരെങ്കിലും പങ്കെടുക്കുന്നുണ്ട് പരിപാടികൾക്ക്. അങ്ങനെ എല്ലാം കൊണ്ടും ഏറ്റവും ഗംഭീരമായ വിധത്തിൽ. അതുപോലെ തന്നെ ഈ വർഷം ആദ്യമായിട്ട് നമുക്ക് എക്സ്പോ നമ്മുടെ ഗേൾസ് ഗ്രൗണ്ടിലുണ്ടായിരിക്കും. അപ്പോൾ എല്ലാ പരിപാടികളും ഏറ്റവും ഗംഭീരമാകണം, പരമാവധി ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണം, എല്ലാവരുടെയും സഹകരണവും കൂട്ടായ്മ ഉണ്ടാകണം. ഏറ്റവും ഭംഗിയായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ സഹകരണം എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. സഹവികാരി ഫാദർ ജിയോ വേലുകാരൻ, മദർ സുപ്പീരിയർ ട്രീസ ജീസ്, കൈക്കാരന്മാരായ ഷാജി കെ സൈമൺ, സി കെ ജോയ്, എം ജെ ജോഷി, സി ടി സ്പാർട്ടക്സ്, ആഘോഷ കമ്മിറ്റി കൺവീനർ സെബി തോമസ് കെ, ജോയിന്റ് ജനറൽ കൺവീനർ ജെയിംസ് സി ടി, ഫൈനാൻസ് കമ്മിറ്റി കൺവീനർ സി എ മാത്യൂസ്, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ എം ജെ സുബിൻ, മീഡിയ കമ്മിറ്റി കൺവീനർ കെ സി ജോൺസൺ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടി ജെ ജിനു, റിസപ്ഷൻ കൺവീനർ കെ ഒ ജോൺ, എക്സ്പോ കൺവീനർ ബിക്കു എടക്കളത്തൂർ, പ്രവാസി കൂട്ടായ്മ കൺവീനർ സി എ ജോജു, പ്രദക്ഷിണം കൺവീനർ എം വി ആന്റണി, ബൈബിൾ കൺവെൻഷൻ കൺവീനർ ജോൺസൺ കാക്കശ്ശേരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂർ അതിരൂപതയിലെ പ്രധാന മരിയൻ തീർത്ഥകേന്ദ്രമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 88ാം തിരുനാൾ ഏപ്രിൽ 17 മുതൽ 21 വരെയുള്ള തീയതികളിലായാണ് ആഘോഷിക്കുന്നത്.